മണക്കും. എന്നിട്ട് ഇത് ഏത് ബ്രാൻഡാന്ന് പറയും? അല്ല, ഞാൻ വെള്ളടിക്കാറില്ല. പിന്നെങ്ങനെ പറയാൻ പറ്റും? അതാണ് ഡ്രൈ അടിക്കാറുള്ളൂ. ഇത് അടിക്കാറില്ല. ഇത് കേരളത്തിൽ രണ്ടു പേർക്കേ പറ്റും. ഒന്ന് പോലീസ് ഒട്ടിക്കും, പിന്നെ ഒന്ന് ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന കടലയൊക്കെ കഴിച്ച് ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് ഇങ്ങനെ വായി തുറന്നിരിക്കും. കടല തിന്നുമ്പോ വാ തുറന്നിരിക്കണം, ചവയ്ക്കൂലേ അത്. നേരത്തെ നമ്മൾ പറയണ്ടായി, അതായത് ഇവിടെ 4 പേരുണ്ട്, ഇവിടെ ആക്ച്വലി 3 പേരേ ഉള്ളൂ. മതി. അഫീസ്ക ഇവർ രണ്ടുപേരും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മേക്കും എന്തായാലും തോക്കും. പിന്നെ ആള് കൂടിയിട്ട് കാര്യമല്ലോ. ഇങ്ങോട്ടൊന്ന് കൈമാറി കുട്ടിയുടെ മുഖം മാറി നിങ്ങൾ ആരെങ്കിലും കുട്ടിക്ക് ഒരു നഗ്ന സത്യം പറയുന്നുണ്ട്. പാഴാണ്. എന്റെ അച്ഛൻ 5ാം ക്ലാസ് പഠിച്ചപ്പോ ഇങ്ങനെ 2ാം ക്ലാസ് തോറ്റു വെച്ച് ഇറക്കി. കെയറിങ് വേണം. എങ്ങനെയുള്ള കെയറിങ് അത് പറയൂ. എന്താ പറയാ, നീ പറയണം. ഈ പൊക്കി എടുത്തോണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഡിസ്കിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടല്ലോ, എടുത്തോണ്ട് ഇടക്കില്ല. ശബ്ദത്തിന് ദേഷ്യം വന്നു. അതെന്താടി അതങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലോ നിനക്ക്? അല്ലെങ്കിൽ ഈ തൊലി വെളുപ്പുള്ളവരെ കാണുമ്പോ ഒരു ഇളക്കമുണ്ടോ നിനക്ക്? അങ്ങനെയാണ് എന്നെ കാണുമ്പോ വരേണ്ടതല്ലേ? ഒരു വല്ലം ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തകൻ കാംകുമാർ. നമസ്കാരം സാർ. എന്താണ് ഈ കാംകുമാർ എന്നുള്ള പേര് വരാൻ കാരണം? കയ്യിരിപ്പ് അങ്ങനെ ആയിരിക്കും. ഞാൻ നിങ്ങളെ പഴയ ഡിങ്കൻ, നിങ്ങളെ എല്ലാവരും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഡിങ്കനാണ് ഞാൻ. ഡിങ്കനാ? ഡിങ്കൻ? ഇത് ഡിങ്കനല്ല, ഇത് മുനിസിപ്പാലിറ്റിന്ന് കൊതുവിന് മരുന്നടിക്കാൻ വന്ന രത്നാകരൻ. ഇതൊക്കെ കണ്ടപ്പോ ഒരാള് ഫുൾ കെ ഷർട്ട് നിവർത്തിയിട്ട് എവിടെ പച്ച നോക്കട്ടെ. ഇത് പച്ചവത്തിയല്ല, പപ്പടം കാച്ച വെണ്ണ നിറഞ്ഞ. ക്വാളിഫിക്കേഷൻ വേണ്ടെന്നല്ല, നമ്മള് പുറത്തുള്ളവരോട് പെരുമാറുമ്പോഴുള്ള ഒരു രീതി. മതി. എന്റെ പെരുമാറ്റത്തിന് എന്താ കുഴപ്പം? ചിലപ്പോ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവാം. പക്ഷെ അതല്ല ഞാൻ നോർമലി ഉദ്ദേശിച്ചതാ. അതായത് നല്ലൊരു മനസ്സും ഒരു നല്ലൊരു ബിഹേവിയർ ഉണ്ടായി മതി. സത്യം പറഞ്ഞ എന്റെ കഥയുടെ പറയുന്നത്, പണ്ട് എനിക്ക് കരപ്പം വന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല.